പ്രൊഡക്ഷൻ കൺട്രോളർ വിനോദ് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. ഞാൻ പുതിയ കഥ പറയാൻ വേണ്ടി വിളിച്ചാണ്. സാറ് നായകനായിട്ട് ചെയ്യേണ്ട ഒരു പടമാണ്. ഞാൻ നായകനായിട്ട് അപ്പൊ കുറച്ച് ഇൻട്രസ്റ്റ് ആയിട്ട് കേൾക്കാം. തീർച്ചയായിട്ടും ഇതിന്റെ പേര് പോത്ത് ജീവിതം എന്നാണ് സാറേ. എന്റെ ദൈവമേ, സാറിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഈ പോത്തിനോടും സാറിന് ഒരു പ്രണയമുണ്ട്. പോത്തേട്ട പോയി ചൊല്ലാമോ, എന്റെ പോത്തേട്ട പോയി ചൊല്ലാമോ. അവ ഈ എരുമയ്ക്ക് നീലക്കണ്ണാണ്. നീലക്കണ്ണുള്ള എന്റെ വേളിപ്പെണ്ണോട് അതാണ് പോത്തിന്റെ സൗണ്ട്. സാറേ, ഈ പോത്ത് കുത്തിയിട്ട് സാറിന്റെ കാൽ അനക്കാൻ വയ്യാതെ കിടക്കുമ്പോൾ ഡോക്ടർമാർ വന്നിട്ട് പറഞ്ഞു ഇനി ഇത് കാൽ അനങ്ങില്ല, ആര്യൻ ഏകദേശം തളർന്നു പോകുന്ന അവസ്ഥയിലേക്ക് എത്തി, ഇനി ഒരു 3 വർഷത്തേക്ക് ആര്യന്റെ കാൽ അനങ്ങില്ല എന്ന് പറഞ്ഞ് ഡോക്ടർമാർ തിരികെയല്ല, മുഖ്യമന്ത്രിയുടെ പ്രസംഗം TV വരികയും ആര്യൻ ചാടി എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്യാണ് അനങ്ങാതെ. കഥ പറഞ്ഞു. ഹലോ, ഹായ്, നമസ്കാരം. ഞാൻ അനൂപാണ്. ലോകമെമ്പാടുമുള്ള എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം ഗുലുമാലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രാങ്ക് ചെയ്യാൻ പോകുന്നത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടനാണ് ഭീമൻ രഘു സാറിനാണ്. ഒരു ചെറിയ പ്രാങ്ക് കൊടുക്കാൻ പോകുന്നത്. ഇന്നത്തെ വിഷയം ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമ ഹിറ്റായിട്ട് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു പുതിയ സംവിധായകൻ ഒരു സിനിമ ഭീമൻ രഘു സാറിനെ നായകനാക്കി ഒരു സിനിമ ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ കഥ പറയാൻ വേണ്ടി വിളിക്കുകയാണ്. ഈ സിനിമയുടെ പേര് പോത്ത് ജീവിതം എന്നാണ്. ഇതിലെ നായകൻ ഭീമൻ രഘു സാറാണ്. ഇദ്ദേഹത്തെ വീഡിയോ എടുക്കാൻ വേണ്ടി ഇദ്ദേഹത്തെ കുരുക്കാൻ വേണ്ടി കൂടെ നിൽക്കുന്നത് ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ചേട്ടനാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്താണ്. ഉണ്ണിച്ചേട്ടൻ അദ്ദേഹത്തിനോടൊപ്പമുണ്ട്. ഇവരെ ഒരു ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് സുന്ദരനായിട്ട് റൂമിൽ ഇരിക്കുന്ന സമയത്തേക്കാണ് നമ്മുടെ കോൾ പോകുന്നത്. ബാക്കി നമുക്ക് വഴിയേ കാണാം. ആ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പേ ഒരു ചെറിയ പ്രൊമോഷൻ ഉണ്ട്. UAE മെയ്ഡ് ആയിട്ടുള്ള UAEയിൽ നിന്ന് എനിക്ക് കുറച്ച് പെർഫ്യൂംസ് അയച്ചു തന്നിട്ട് ഒരു കമ്പനിയാണ് പൊമ്മ എന്ന് പറയുന്നൊരു ബ്രാൻഡും അതുപോലെ തന്നെ അവരുടെ തന്നെ മറ്റൊരു ബ്രാൻഡാണ് ഇമോജി എന്ന് പറയുന്ന ബ്രാൻഡ്. ഇവർ കുറേ പെർഫ്യൂംസ് അയച്ചു തന്നു. അതിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഒന്ന് റിവ്യൂ പറയണമെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ ഇതെല്ലാം ഉപയോഗിച്ചു. പൊമ്മയുടെ ഊദ് മിസ്ഫർ എന്ന് പറഞ്ഞ സാധനം ബെസ്റ്റ് സാധനമാണ്. അതുപോലെ തന്നെ പൊമ്മയുടെ തന്നെ മറ്റൊരു ബ്രാൻഡാണ് ഷോമി. ഇമോജിയുടെ ബ്ലൂ ലഗൂണും എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയൊരു സാധനമാണ്. അതോടൊപ്പം തന്നെ മോണ എന്ന് പറയുന്നത് ഇമോജിയുടെ മറ്റൊരു ബ്രാൻഡ്. തീർച്ചയായിട്ടും ഇത് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂമായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾ ഇത് അവൈലബിൾ ആകുന്നത് UAEയിലെ എല്ലാ ലുലു സെന്ററുകളിലും അവൈലബിൾ ആണ്. ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയിലെ എല്ലാ ലുലുവിലും അതോടൊപ്പം തന്നെ നെസ്റ്റോയിലും അതുപോലെ തന്നെ സ്പാർ ഹൈപ്പർ മാർക്കറ്റുകളിലും അവൈലബിൾ ആണ്. ഓൺലൈനിൽ ബെസ്റ്റ് പ്രൈസിന് പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അല്ലാതെ അതിന് പ്രത്യേകിച്ചൊരു കോമഡിയോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ആക്ഷൻ സ്റ്റൈലുള്ള പടമാണ്. അത് ദുബായ് മൊത്തം. ഞാൻ പറയുന്നത് ഈ ദുബായിലുള്ളവരെല്ലാം ആക്ച്വലി സ്ട്രേറ്റ് ഫോർവേഡ് പേഴ്സൺസ് ആണ്. അദ്ദേഹത്തിന് ഒരു 10-15-20 വർഷത്തോളം അവിടെ ജീവിച്ചിരിക്കുന്ന ആളാണ്. ഇപ്പോഴും അദ്ദേഹം അവിടെ തന്നെ ബിസിനസ് ചെയ്യുന്ന ആളാണ്. ഭീമൻ രഘു സാറിനെ വിളിക്കാൻ പോവാണ്. ഫോൺ എടുത്തേക്കണേ. ഹലോ, നമസ്കാരം. ഭീമൻ രഘു സാർ. ഭീമൻ രഘുവാണ്. ആരാ? തിരക്കാണോ സാറേ? തിരക്കാണ്. അല്ല, ഞാൻ രാജവമ്പാലയാണ് വിളിക്കുന്നത്. രാജവമ്പാലയാണ്. മൂർഖനായാലും ഇപ്പൊ സമയമില്ല. ആരാണ്? ഞാൻ രാജവമ്പാലയാണ് വിളിക്കുന്നത്. ഞാൻ രാജവമ്പാലയാണെങ്കിലും മൂർഖനായാലും ഇപ്പൊ സമയമില്ല. രാജവമ്പാല ഒരു മൂർഖനായാലും സമയമില്ലത്. ഇത് വിനോദേട്ടൻ വിളിച്ച് പറഞ്ഞിട്ടില്ലേ? മൊത്തം കുളമായി. അതായത് അവിടെ ഒരു പ്രാവശ്യം ഞങ്ങൾ ഒരു പ്രോഗ്രാമിനോട് ചെന്നപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ അടിച്ച് ഫിറ്റായിട്ട് ബാറിൽ നിന്ന് ഇറങ്ങിയിട്ടു. പേര് ഞാൻ പറയത്തില്ല. ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന് എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ വയ്യാതെ കിടന്ന് ഈ വട്ടവും നീളവും കിടന്ന് കറങ്ങി. അപ്പോൾ ഈ CID അങ്ങനെ ഒരു കുഴപ്പമുണ്ടല്ലോ. അതിൽ കണ്ടാൽ നമുക്ക് അറിഞ്ഞു അയാൾ പറഞ്ഞ കേട്ട് പത്താക്കാണ് എവിടെയെന്ന് ചോദിച്ചു. അതിനത് മനസ്സിലായൊന്നുമില്ല. ഐഡന്റിഫിക്കേഷൻ ഇതർ എന്നൊക്കെ ചോദിച്ചു. അതെടുത്ത് കാണിച്ചു. ഓക്കെ, ഇതർ ഹോട്ടൽ. സാറേ, ഇത് ഞാൻ നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ വിനോദ് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. ഞാൻ പുതിയ കഥ പറയാൻ വേണ്ടി വിളിച്ചാണ്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് വന്നിട്ടുണ്ടായിരുന്നു, കാണാൻ പറ്റിയില്ല. നിങ്ങളുടെ പേരെന്താ? ഞാൻ രാജീവ് M. പാല എന്നാണ്. രാജീവ് M. പാല. രാജീവ് M. അച്ഛന്റെ പേരാണ്. പാലയാണ് സ്ഥലം. ശരി. രാജീവം വിടരും മുഖവിളിയിൽ പാട്ടുണ്ടല്ലോ, അതുമായിട്ട് തന്നെ ബന്ധപ്പെട്ട ആളാണ്. എന്താണ് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു സാർ. ഞാൻ കോഴിക്കോട് വന്നിട്ട് വിളിച്ചപ്പോൾ സാർ ഫുൾ തിരക്കാണ്, ട്രിവാൻഡ്രത്ത് ഷൂട്ടിന് പോകാന്ന് പറഞ്ഞു.
ഓ ഓ അത് ഞാൻ ഷൂട്ടിലേക്ക് പോകുമായിരുന്നു പിള്ളേരെ വിളിച്ചു. തത്തമ്മ വന്ന് വിളിച്ചപ്പോൾ പുതിയ പടത്തിന്റെ പേരെന്താ സാറേ? തത്തമ്മക്കൊല കേസ്. അത് ഈ പത്തനാപുരത്ത് പാറപ്പുറത്ത് 10 പച്ചത്തത്ത ചത്ത് കൊന്ന് ഇരിക്കുന്നതിൽ ഒരു കത്തമ്മ അത് തന്നെ അത് തന്നെ എല്ലാം ഇത്ത പുത്തമ്പരക്കാതെ മത്തായ സാറിന്റെ മൂത്ത മകൻ മാത്തുക്കുട്ടി മത്തി നിന്ന് വിത്തം പിടിച്ച് കുത്തി വെച്ച് മെത്തേ കിടന്ന് ചത്തുപോയി. ഇതെല്ലാം തായാ ഇത്തയാ, മനസ്സിലായില്ല? അത് അതുപോലൊരു തയാണ്. എടാ കുട്ടപ്പന്റെ മോനെ ചട്ടമ്പി പട്ടാ പോലെ പട്ടത്ത് പട്ടയും മുട്ടയും അടിച്ച് മട്ടുമാറിയ പൊട്ട എട്ടും പുട്ടും തിരിയാത്ത എട്ടാമത്തെ തേലിക്കുട്ടി ഹോട്ടൽ നിൽക്കുന്ന കുട്ടനാട്ടൻ കുട്ടൻ അടിച്ചിലയുടെ വിട്ടി എന്ന് പറയുന്നത് പോലെ ഒരു ഇട്ടാണോ? ആ എന്ന് പറയുന്ന പോലുള്ള ഒരു പടത്തിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൊത്തം ആ പടത്തിലുള്ളതെല്ലാം ഇതേ ടൈപ്പാണ്. സത്യം പറഞ്ഞ സാറേ തിരക്കാണ്. എന്താ സാറേ എന്റെ കഥയൊന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ സത്യം പറയാലോ, ഞാൻ ഒരുപാട് നടന്മാരെ വിളിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് എനിക്ക് ഒരു റെയിലും ഇല്ലാത്തത്. അപ്പൊ ഇതിന് മുമ്പ് പടം വല്ലതും വർക്ക് ചെയ്തിട്ടുണ്ടോ? പ്രൊഡക്ഷൻ കൺട്രോളറായിട്ടോ? അല്ലല്ല, ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന പടമാണ്. അതിന്റെ സ്റ്റോറി പറയാനാണ് വിളിച്ചത്. ഞാൻ 2-3 നിങ്ങൾ ഡയറക്റ്റ് ചെയ്യാൻ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്നത്? അതെ സാറ് നായകനായിട്ട് ചെയ്യേണ്ട ഒരു പടമാണ്. ഞാൻ നായകനായിട്ട്? അല്ല, സാറാണ് പ്രധാന ക്യാരക്ടർ. അപ്പൊ കുറച്ച് ഇൻട്രസ്റ്റ് ആയിട്ട് കേൾക്കാം. അല്ല, തീർച്ചയായിട്ടും ഇതിന്റെ പേര് പോത്ത് ജീവിതം എന്നാണ് സാറേ. എന്റെ ദൈവമേ, ഇവിടെ ഒരു ആട് ജീവിതം ഇറങ്ങിയിട്ട് പോത്ത് ജീവിതം കൂടെ എടുത്തെങ്കിലേ പറ്റുള്ളൂ. ശരി, പറഞ്ഞാട്ടെ. സാറേ ഇത് വളരെ സാറിനെ കളിയാക്കുവാന്നൊന്നും എനിക്ക് സംശയമുണ്ട്. ഇല്ലല്ലോ, ഞാൻ ആരെയും കളിയാക്കുന്നു, ഞാൻ എല്ലാം സീരിയസ് ആയിട്ട് പറയുന്ന ആളാണ്. പക്ഷെ ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് സാറിനെ കളിയാക്കുന്നത്. അയ്യോ അല്ല, സീരിയസ് ആയിട്ടാണ് ഞാൻ ഈ കഥ പറയുന്നത്. അയ്യോ സാറേ അങ്ങനെ വിചാരിക്കല്ലേ. ഞാൻ സീരിയസ് ആയിട്ട് കഥ പറയുന്നത്, കളിയായിട്ട് എടുക്കരുതെന്ന് പറയാണ് സാറേ. ഇത് സാറിന്റെ ക്യാരക്ടറിന്റെ പേര് ഒരു ആര്യൻ എന്നാണ്. സാറിന്റെ ക്യാരക്ടർ പേര് ഒരു 45-50 വയസ്സിന് താഴെ പ്രായമുള്ള ആര്യൻ. അല്ലല്ല, ഇത് ഭീമന്റെ സാറാണ് ആര്യനായിട്ട് അഭിനയിക്കേണ്ടത്. ആര്യന് ഈ നമ്മുടെ വിക്ടോറിയ കോളേജ് പാലക്കാടാണ് കഥ നടക്കുന്നത്. അതിന്റെ സൈഡിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പോത്തും കുട്ടിയെ കിട്ടുകയാണ്, ഒരു കുഞ്ഞി പോത്തിനെ. അപ്പൊ ഇതിനെ എടുത്ത് വളർത്തുന്നതും ഇദ്ദേഹത്തിന്റെ വീട്ടുകാരെല്ലാം ഈ പോത്ത് കാരണം ശല്യമായിട്ട് ഇറങ്ങി പിരിഞ്ഞു പോകുന്നതും ഒക്കെയാണ് കഥാ തന്തു. അപ്പൊ ഇതിനെ ശരിക്കും പറഞ്ഞാൽ ഈ ക്യാരക്ടർ ഈ പോത്തുംകുട്ടി എടുത്തിട്ട് വിക്ടോറിയ കോളേജ് മുതൽ കോട്ടമൈതാനം വരെ ഓടിച്ചിട്ട് തല്ലുന്ന ഓടിച്ച് ഇതിനെ അതായത് ഈ പറപോത്തിനെ വിക്ടോറിയ കോളേജിൽ മറ്റേ കോട്ടമൈതാനം മുതൽ അങ്ങ് ഇതുവരെ ഓടിച്ചിട്ട് തല്ലിയ ഒരു കാലം ഉണ്ടായിരുന്നു. അതേപോലുള്ള സബ്ജക്ട് വല്ലതും ആണോ? അല്ലല്ല, അങ്ങനല്ല സാറേ, ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് സാറേ അത് പറയുന്നത്. നിങ്ങളത് പറഞ്ഞപ്പോ ഞാൻ പണ്ട് ചെയ്തൊരു പടത്തിന്റെ ഓർമ്മയിലേക്ക് അല്പം നേരത്തേക്ക് പോയിപ്പോയി. ശരി, അപ്പം ഈ പോത്തിനെ എടുത്തോണ്ട് പോവാണ് സാർ. അപ്പൊ ഈ സാറിന് ഈ ആര്യൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഈ പാലക്കാട് തന്നെ ഈ ഉള്ളൊരു ഒരു പൂ വിൽക്കാൻ വരുന്ന ഒരു പെൺകുട്ടിയായിട്ട് പ്രണയമുണ്ട്. ഈ ഈ പൂക്കാരി പെണ്ണ്. അപ്പൊ ആ പെൺകുട്ടിയായിട്ട് ഒരു ചെറിയ പ്രണയമുണ്ട്. അപ്പൊ പ്രണയം പറഞ്ഞു കഴിയുമ്പോ ഈ പെൺകുട്ടി സാറിനെ കണ്ടു. അപ്പൊ സാറ് ഇഷ്ടപ്പെടടി എന്നുള്ള സ്നേഹം കൊണ്ട് പറയുന്നതാണ്. അപ്പൊ ഈ പുള്ളിക്കാരി ഇത് കേട്ടിട്ട് ആദ്യം പ്രണയം നിഷേധിക്കുകയാണ്, ഈ ആര്യനുമായിട്ടുള്ള പ്രണയം. അപ്പൊ ആര്യനല്ല നിഷേധിക്കുന്നത്. ആര്യൻ കുറെ സാറിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഈ പ്രണയിക്കും. ഇപ്പൊ പോത്തിനോടും സാറിന് ഒരു പ്രണയമുണ്ട്. പോത്തിനോടുണ്ട്. ഇത് പണ്ട് ഇപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോ എൻ്റെ മനസ്സിലൂടെ ഓടിയത് നമ്മുടെ ഇവരുണ്ടല്ലോ, മറ്റേ കോമഡി പേരുണ്ടോ, ചാർലി ചാപ്ലിൻ. രാജപ്പൻ. അദ്ദേഹത്തിന് അറിയാൻ കേട്ടിട്ടുണ്ടോ? പിന്നെ പുള്ളിയുടെ ചികയുന്ന സുന്ദരിയുടെ ഫാനാ ഞാൻ. അമിട്ട് ചികയുന്ന സുന്ദരി, പിന്നെ ഇഷ്ടം പോലെ. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ എഴുതിയതിൻ്റെ അകത്ത് ഇടയ്ക്ക് അങ്ങനെ ഒരു പോത്തിൻ്റെ ഒരു കഥയെപ്പറ്റി ഒരു ഇതുണ്ടായിരുന്നു. അതിനകത്ത് പറയുന്ന ഒരു സാധനമുണ്ട്, പോത്തേട്ട പോയി ചൊല്ലാമോ, എൻ്റെ പോത്തേട്ട പോയി ചൊല്ലാമോ. അവ ഈ എരുമയ്ക്ക് നീലക്കണ്ണുള്ള എൻ്റെ വേളിപ്പെണ്ണോട്, നീലക്കണ്ണുള്ള എൻ വേളിപ്പെണ്ണോട് നിന്റെ ഉള്ളിലുള്ള മോഹമൊന്ന് ചൊല്ലാമോ. ശരിക്കും ഞാൻ പോയി ചൊല്ലാമോ, എൻ്റെ പോത്തേട്ട പോയി ചൊല്ലാമോ, നീലക്കണ്ണുള്ള എന്റെ വേളിപ്പെണ്ണോടെ നിന്റെ ഉള്ളിലുള്ള മോഹമൊന്നു ചൊല്ലാമോ. പോത്തേട്ട. ഇപ്പൊ ഈ പാടിയത് പി.ഡി. രാജപ്പന്റെ ശബ്ദം പോലൊരു ശബ്ദം, ഗംഭീര സാധനം. അല്ല സാറ് ഇതിപ്പോ വി.ഡി. രാജപ്പൻ സാറിന്റെ കഥകളിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കഥയാണ് അത്.
അമിട്ട് ചെയ്യുന്ന സുന്ദരിയൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. പിന്നെ കാക്കകളെ കുറിച്ചുള്ള പ്രണയം, ട്രെയിനിനെ കുറിച്ചുള്ള സാധനങ്ങളെ, കാറുമായിട്ടുള്ള ഒരുപാടുണ്ട്. പക്ഷെ എന്താ സംഭവിച്ചു എന്റെ കഥ ഈ രാജീവൻ പാലയുടെ പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞപ്പോ ആ പൂക്കാരിയും ഈ പോത്തേട്ടനും ഈ കയറി വന്നപ്പോ ഞാൻ അതങ്ങ് പാടിയെന്നുള്ളത് എന്റെ കഥയൊന്ന് കേൾക്കുവോ സാറ്? ആ വീട്ടിലെ അതിനല്ലയോ വിളിച്ചത് നിങ്ങള്, അതിനല്ലയോ ഞാൻ ഇരിക്കുന്നത്, പറഞ്ഞാട്ടെ കേക്കട്ടെ. സാറേ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ പോത്തുമായിട്ടുള്ള പ്രണയം, അപ്പൊ ഈ പൂക്കാരി ഈ പ്രണയം നിഷേധിക്കുമ്പോ ഇവരെ സാർ ഓടിക്കുന്നുണ്ട്. ഇതും ഈ പറഞ്ഞതുപോലെ തന്നെ കോട്ട മൈതാനം മുതൽ വിക്ടോറിയ കോളേജ് വരെ ഓടിച്ചിട്ട്. ഞാനും ചോദിക്കട്ടെ, നിങ്ങൾ എപ്പോഴും ഈ പാലക്കാട് കോട്ട മൈതാനം വിക്ടോറിയ കോളേജിന്റെ പാലക്കാടുകാരനാണോ? അല്ല, ഞാൻ പാലക്കാടുകാരനല്ല. പക്ഷെ ഞാൻ ഈ കൊല്ലംകോടുമായിട്ടൊരു അഭേദ്യമായ ബന്ധമുണ്ട്. മറ്റേ മഹാരാജാവിന്റെ കൊട്ടാരം ഇല്ല, അവിടെ എന്റെ ആരുമില്ല. പിന്നെ അതല്ല, അങ്ങനല്ല. സാറിന്റെ ഓരോ വാക്കുകളും പേടിച്ച ഞാൻ കേൾക്കുന്നത്. സാറ് വളരെ അപ്പൊ സാറേ ഇത് ഞാൻ പറഞ്ഞോട്ടെ സാറേ. അപ്പൊ ഈ ഇത് കഴിഞ്ഞിട്ട് സാറേ ഇത് വളരെ സീരിയസ് ആയിട്ടാണ് ഈ സബ്ജക്റ്റിന്റെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ പോത്തിനെ എടുത്ത് സാറ് വളർത്തുകയും അതോടൊപ്പം തന്നെ സാറിന്റെ വീട്ടിലുള്ള എല്ലാവരും ഈ പോത്ത് കാരണം പിണങ്ങി പോവുകയും ചെയ്യുമ്പോഴും സാർ ഈ പോത്തിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നുണ്ട്. കാരണം അത്രയ്ക്കും വലിപ്പമുണ്ടല്ലോ സാറിന്റെ കൈകൾക്ക്. അത്ര വലിയ വലിപ്പമൊന്നുമില്ല, സാധാരണ ഒരു മനുഷ്യനെക്കാട്ടിൽ. അല്ല, ഒരു ബോഡി ഉണ്ടെന്നുള്ളത്. അല്ല, ഒരു പോത്ത് ടോവിനോയുടെ കാര്യം പറഞ്ഞല്ലോ. ടോവിനോ ആദ്യകാലത്ത് ഒരു പയ്യനായിട്ടല്ലേ, പിന്നെ അവന്റെ അച്ഛന്റെ ജിമ്മിൽ കൂടി വളർന്നു വന്നൊരു താരമാണ്. തീർച്ചയായിട്ടും ആ സമയത്ത് അവനൊന്ന് ഡെവലപ്പ് ചെയ്തു എന്ന് പറഞ്ഞാല് ഞാനും എന്റെ 15 വയസ്സിൽ തുടങ്ങിയ കലാപരിപാടിയിൽ കൂടിയാണ് ഞാനിപ്പോ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അപ്പൊ ഇത് സാറേ ഇതപ്പോ ഈ പോത്തുമായിട്ട് വളരെ സ്നേഹത്തോട് പോകുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ പോത്ത് വലുതായി വരുന്നുണ്ട് പല ദിവസങ്ങൾ പല കാലഘട്ടങ്ങളിൽ. അപ്പൊ ഈ ചില സമയത്ത് പോത്തിനെ പ്രണയിച്ച് ഇപ്പൊ പോത്ത് ഏതാ സാറേതാന്ന് ഈ ആര്യൻ ഏതാന്ന് മനസ്സിലാവാത്തൊരു സാഹചര്യം വരുന്നുണ്ട്. അല്ല സാറേ, വളരെ ഞാനിപ്പോ ഈ ആട് ജീവിതത്തിൽ പൃഥ്വിരാജ് ഏതാ ആട് ഏതാന്നുള്ള ആടിനെ പോലെ ആകുന്നു എന്നാണ് ബെന്യാമിൻ എഴുതി വെച്ചത്. കണ്ടു സാറേ, ആടുജീവിതം കണ്ടു. നല്ല സിനിമ സാർ, വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ ഇല്ല പ്രൊഡക്ഷൻ സൈഡിൽ പോയി വർക്ക് ചെയ്തില്ലായിരുന്നു സാറേ. പക്ഷെ ഞാൻ ഈ സിനിമ ആക്ച്വലി ഞാൻ ഈ ബെന്യാമിന്റെ ആടുജീവിതം വായിച്ച് ഞാൻ വളരെ ഫാനായിട്ടാണ്. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആടുജീവിതം. അപ്പോൾ ആ ആടും ഈ നജീബ് പല സമയത്തും ആടിന്റെ മാനറിസംസ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ആര്യൻ എന്ന് പറയുന്ന ഭീമൻ സാർ ചെയ്യുന്ന ക്യാരക്ടർ ഇടയ്ക്ക് പോത്തായിട്ട് മാറുന്നുണ്ട്. അതാട് പോത്തിന്റെ സൗണ്ട്. അങ്ങനെ ഒന്നുകൂടെ വെക്കാം സാറേ. അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞ ഇപ്പൊ തന്നെ സാറിനെ വെച്ച് കീർക്കാൻ തോന്നുക ചെയ്യാൻ വേണ്ടിട്ട് സാറേ. അത് കഴിഞ്ഞിട്ട് സാറേ ഒരു ആകസ്മികമായ നിമിഷത്തിൽ എത്രയും സ്നേഹിച്ച പോത്ത് സാറിന്റെ 2 കാലും കുത്തിമറിക്കുകയാണ് ഒരു വയലിൽ വെച്ച്. പോത്തി ആര്യൻ എന്ന് പറയുന്ന സാർ ചെയ്യുന്ന ക്യാരക്ടറിനെ കുത്തിമറിക്കുകയാണ്. 2 കാലിലും എല്ലിനകത്തൂടെ കുത്തി കയറിയിട്ട് സാറിന് കാലനക്കാൻ വയ്യാതെ കിടക്കുകയാണ്. പക്ഷെ ആ സമയത്ത് പോത്തിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീരിങ്ങനെ മടമടയായിട്ട് വീഴുന്നില്ല, ഡ്രോപ്പായിട്ട് വീഴുന്നുണ്ട് ചെറുതായിട്ട്. കണ്ണീരിന്റെ അണക്കെട്ടൊന്നും പോത്തിന്റെ കണ്ണിൽ ഇല്ലല്ലോ സാറേ. അപ്പോഴേ തുറന്നു വിടാൻ. അപ്പോൾ സാറേ ഈ പോത്ത് കുത്തിയിട്ട് സാറിന്റെ കാൽ അനക്കാൻ വയ്യാതെ കിടക്കുമ്പോൾ ഡോക്ടർമാർ വന്നിട്ട് പറഞ്ഞു ഇനി ഇത് കാലനങ്ങില്ല. ആര്യൻ ഏകദേശം തളർന്നു പോകുന്ന അവസ്ഥയിലേക്ക് എത്തി. ആര്യന് 2 കാലിൽ അനങ്ങാൻ പറ്റാത്ത സ്ഥിതിയിൽ നിൽക്കുമ്പോൾ ഡോക്ടർമാർ അങ്ങനെ ശരി സാറിന് പത്രം എനിക്ക് വാദിച്ചില്ല. എഴുന്നേക്കാൻ പറ്റാത്ത രീതിയിൽ ആര്യൻ ഇങ്ങനെ കിടക്കുമ്പോൾ ഡോക്ടർമാർ പറയും ഇനി ഒരു 3 വർഷത്തേക്ക് ആര്യന്റെ കാൽ അനങ്ങില്ല എന്ന് പറഞ്ഞ് ഡോക്ടർമാർ തിരികെയല്ല, മുഖ്യമന്ത്രിയുടെ പ്രസംഗം TV വരികയും ആര്യൻ ചാടി എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്യാണ് അനങ്ങാതെ. ഇപ്പൊ മനസ്സിലായ എന്താ സാറേ? അല്ല ഇപ്പൊ മനസ്സിലായതല്ലേ എന്ത് ഞാൻ പറഞ്ഞതെല്ലാം ഒരുമിച്ച് വരുന്നുണ്ടല്ലോ. അല്ല ഈ ക്യാരക്ടർ എഴുതിയപ്പോ സാറിന്റെ കുറച്ച് ജീവിതം മുമ്പിൽ അപ്പൊ ചാടി എഴുന്നേറ്റ് ഇന്ന് ആ സമയത്ത് കാലും വേദനയില്ല ഒന്നുമില്ല. അതാണ് റെസ്പെക്ട്. ഇങ്ങനെ നിൽക്കുകയാണ് ആ TV-യിലോട്ട് നോക്കി. അപ്പൊ ഡോക്ടർമാർ അത്ഭുതപ്പെട്ടു പോയി ഇതെന്താണ്. അപ്പോഴാണ് ചികയുമ്പോഴാണ് മുഖ്യമന്ത്രിയെ ബഹുമാനപൂർവ്വം കാണുന്നതാണ് ഈ ആര്യൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആര്യന്റെ ഒരു ഫ്ലാഷ് ബാക്ക് അങ്ങനെ പറയുന്നുണ്ട്. പണ്ട് മറ്റേ കരടി മുതലൊക്കെ ആയിട്ട് ഫൈറ്റ് ചെയ്ത ഒരു കഥാപാത്രമാണ് ഞാൻ. മനസ്സിലായി? അതൊക്കെ അറിയാമോ നിങ്ങൾക്ക്? പിന്നെ ഇതേപോലെ സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഏത് ലെവലിൽ പോവായിരുന്നു അറിയാമോ? ഞാൻ ഇടയ്ക്ക് ഞാൻ ഏതോ ഒരു സ്ഥലത്ത് ചെന്നപ്പോ ഒരു ചീങ്കണ്ണിയെ കണ്ടായിരുന്നു.
അപ്പൊ പുള്ളി എവിടെ സ്ഥലം എന്ന് വെച്ചപ്പോ ഞാൻ പറഞ്ഞു കേരളം എന്ന് പറയുമ്പോൾ ഭീമന്റെ സാറിനെ അറിയാവുന്ന പുള്ളി പുള്ളി ചോദിച്ചില്ലേ. അതുപോലെ നിങ്ങള് എന്നാണ് വേറൊരാൾ ഇതേപോലെ പോയി ചെന്നപ്പോഴത്തേക്കും ഇവിടെ ആഫ്രിക്കയിൽ ആ ഭാഗത്തെങ്ങാണ്ട് ചെന്നപ്പോ ഒരു കരടി ചോദിച്ചത്. അപ്പൊ കേരള ഭീമൻ 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 അപ്പൊ കരടി ചോദിച്ചു ഭീമൻ അറിയുന്നു. മനസ്സിലായില്ല. അതാണ് അതാണ് ഞാൻ പറയാം. സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ ഇപ്പൊ മോഹൻലാൽ പുലിയെ പിടിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അല്ലേ. ആ സമയത്ത് സോഷ്യൽ മീഡിയ അതായത് വിത്തൗട്ട് ഡ്യൂപ്പില് ഈ മുതലേയും കരടിയെ ഫൈറ്റ് ചെയ്ത് പിടിച്ചവനാണ് ഞാൻ. അതുപോലെ ഒരു കാര്യം അങ്ങനെ സാറേ ഈ പോത്ത് അവസാനം ഈ ചാടി എഴുന്നേറ്റ് അത്ഭുതമായി പോത്തുമായിട്ട് പിന്നെ ഓടിച്ചാടി കളിച്ചു നടക്കുന്നു. സാർ ഇല്ലാത്ത സമയത്ത് ഇടയ്ക്ക് സാറ് പോത്തിന്റെ പാല് വിൽക്കാനൊക്കെ പോകുന്നുണ്ട്. ഈ പോത്തെന്ന് പറഞ്ഞാൽ ആണാണോ പെണ്ണാണോ? പോത്ത് ഇപ്പൊ ആണാണോ പെണ്ണാണോ? ഞാൻ ബീഫ് ഫ്രൈയെ കഴിച്ചിട്ടുള്ളൂ. അപ്പൊ അത് ആണാണോ പെണ്ണാണോ നോക്കിയിട്ടില്ല ഇതുവരെ. അല്ല, നിങ്ങൾ ഇടയ്ക്ക് പറഞ്ഞു പോത്തിന്റെ പാല് വിൽക്കാൻ പോയി. ഈ പോത്തിന്റെ പാലല്ല സാറേ, പിന്നെ നിങ്ങൾ പാലെന്നാ പറഞ്ഞത്. ഈ നമ്മള് ഈ പോത്തിന്റെ വാല് അതായത് ഈ നമ്മൾ പേടിയുള്ള കുട്ടികൾക്ക് പോത്തുവാൽ മോതിരം കൊടുക്കുന്ന ഒരു സമ്പ്രദായമുള്ള ഒരു പാരമ്പര്യം. ആനവാല് മോതിരമാണ്. പോത്തുവാല് മോതിരം കൊടുക്കും ആരെങ്കിലും കൊടുത്തായിട്ട് വല്ല കേൾവിയുണ്ടോ? അല്ല സാർ ഈ അല്ല നമുക്കത് അങ്ങനെ അല്ല. സോറി സാർ, അല്ല ഞാൻ ആ ഏരിയ കട്ട് ചെയ്യാം. ഓക്കെ, ആ ഏരിയ കട്ട് ചെയ്യാതെ ഞാൻ ഒന്ന് തിരുത്തി എഴുതാം. കാരണം അതൊരു ട്രഡീഷണൽ ആയിട്ട് ഒരു ആചാരം എഴുതാം. കാരണം ട്രഡീഷണൽ ആയിട്ട് ഒരു ആരാധനയുണ്ട്. ഈ പോത്തുവാൽ കെട്ടുന്ന ഒരു സമ്പ്രദായമുള്ള ഒരു ഫാമിലിയെ കുറിച്ച് ഞാൻ എവിടെയോ കേട്ട് പരിചയമുണ്ട് എനിക്ക്. എന്നിട്ട് സാറേ തീർക്കാം സാർ. അതായത് എന്നിട്ട് സാറ് ആക്ച്വലി സാറ് വെളിയിൽ പോയിട്ട് വരുമ്പോഴത്തേന് ഏതോ കാട്ടിലെ ഇല്ല വിഷച്ചെടി ഭക്ഷിച്ച് പോത്ത് വായിലൂടെ നുരയും പതയും വന്ന് കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. സാർ ആത്മാർത്ഥമായി സ്നേഹിച്ച് ഇതൊരു ഇമോഷണൽ സാധനമാണ് സാറേ. സാർ ഞാൻ ചോദിക്കട്ടെ, കാര്യം ശരിയായല്ലോ. മറ്റേ മുഖ്യമന്ത്രിയുടെ ടിവിയുടെ പ്രോഗ്രാം കണ്ടപ്പോൾ കാര്യം ശരിയായി. അത് കഴിഞ്ഞ് പോത്തിന്റെ മറ്റേ കാട്ടിൽ നിന്ന് മരുന്നൊക്കെ അത് കഴിച്ചാൽ ഒരു സോങ് കെട്ട് കയറുന്നുണ്ട് അവിടെ. സാർ ഒരു പാട്ട് പാടണം, പോത്ത് പോത്ത് എന്തൊരു ഇമോഷണലി. അപ്പോ അയ്യോ സാർ എന്നെ കളിയാക്കുവാന്നൊന്ന് സംശയമുണ്ട് എനിക്ക്. അല്ല, നിങ്ങളല്ലേ പറഞ്ഞ പോത്തിന്റെ ഇമോഷണൽ പാട്ട് വേണമെന്ന്. അതുകൊണ്ട് ഞാൻ കണ്ടില്ലായി പാടി കേൾപ്പിച്ച. കാരണം ഷൂട്ടിംഗ് സമയത്ത് ഞാൻ തന്നെ പാടി റെക്കോർഡ് ചെയ്താൽ നല്ലതല്ലേ, ആ കാശും കൂടെ എനിക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് നിങ്ങളെ പാടി കേൾപ്പിച്ച. നിങ്ങളത് പ്രൊഡ്യൂസറോട് പറഞ്ഞ് കിട്ടപ്പെടുകയാണ് ഞാൻ പാടിയാൽ പോരെ. യേശുദാസും ജയചന്ദ്രനും മറ്റേ ഇവരൊന്നും വേണ്ടല്ലോ. സാർ എന്നെ കളിയാക്കുവാണെങ്കിൽ ഞാൻ ഇതോടെ വെച്ച് നിർത്താം സാറേ. ക്ലൈമാക്സ് കാര്യം പറയുമ്പോൾ നിങ്ങൾ കളിയാക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ട്. അതാണോ കഥ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയണം. ഓക്കെ, മനസ്സിലായി. ഓക്കെ സാർ. അപ്പൊ ഇതിന് ഈ മൃഗഡോക്ടർമാരൊക്കെ വന്ന് ഈ പോത്ത് ജീവിക്കില്ല, സാർ ആത്മാർത്ഥമായി സ്നേഹിച്ച് ചെറുപ്പത്തിൽ പാലക്കാട് കോട്ട മൈതാനത്ത് നിന്ന് കിട്ടിയ ഈ ഒരു കുഞ്ഞിപ്പോത്തിനെ വളർത്തി കൊണ്ടുവന്ന് അത് വിഷച്ചെടി തിന്ന് അതിന്റെ വായിലൂടെ നുരയും പതയും വന്ന ഡോക്ടർ നോക്കിയിട്ട് പറയും ഇനി ഇത് 15 മിനിറ്റ് കൂടെ ആയുസേ ഉള്ളൂ എന്ന് പറയുമ്പോൾ സഹിക്കാൻ പറ്റാതെ നെഞ്ചു പൊട്ടിയിട്ട് ആര്യം പറയാം, അല്ല ഡോക്ടർ എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ പോത്തിനെ രക്ഷപ്പെടുത്തി തരണം ഡോക്ടർ, എന്റെ പോത്തിനെ രക്ഷപ്പെടുത്തി തരണം ഡോക്ടർ എന്ന് ആര്യം കാല് പിടിച്ച് കാര്യം. പുള്ളി പറയും 15 മിനിറ്റോടെ ഉള്ളൂ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആറ്റുനോറ്റി ഈ പോത്തിന് 15 മിനിറ്റോടെ ഉള്ളൂ, ഈ പോത്തിനോടുള്ള നിങ്ങളുടെ ജീവിതം തീരാൻ പോവാണ്, 15 മിനിറ്റുള്ളിൽ പോത്ത് ഇഹലോകവാസം വെടിയുമെന്ന് പറയുകയാണ്. ഒരു സൈലൻസ് ആണ്. ഒന്നും മിണ്ടാതെ 15 മിനിറ്റൂടെ തൻ്റെ പോത്തിന് ആയുസുള്ളൂ എന്ന് കരുതിയിട്ട് ഈ ആര്യൻ പിന്നെ കാണുന്ന ഒരു വഴിയിലൂടെ എങ്ങോട്ടോ ഓടുവാണ്. പുള്ളിയുടെ മനസ്സ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ഷോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഷട്ടർ പൊക്കുന്ന സാധനമാണ് സാറേ. ഒരു ഷട്ടർ, ഒരു കടയുടെ ഷട്ടർ പൊക്കുകയും ആര്യനിവാസ് ഇറച്ചിക്കട എന്ന് പറഞ്ഞൊരു ബോർഡും ഈ സ്വന്തം പോത്തിന്റെ ഇറച്ചി 350 രൂപയ്ക്ക് വിഷമത്തോടു കൂടി ആര്യൻ എടുത്തു കൊടുക്കുന്നിടത്താണ് സിനിമ തീരുന്നത്. സാറേ വളരെ വിഷമത്തോടു കൂടി തന്നെയാണ് ആര്യൻ തന്റെ പോത്തിന്റെ ഇറച്ചി വിൽക്കുന്നത് 350 രൂപയ്ക്ക്. ഇവിടെയാണ് സാറിന്റെ ഉള്ളിൽ നിന്നും ഹൃദയത്തിൽ നിന്നൊരു പാട്ട് വരുന്നത്, പോത്ത് പോത്ത്. ആ സാധനം അവിടെയാണ് കയറുന്നത്. അവിടെ അങ്ങനെ സിനിമ തീരുവാണ് സാർ. എങ്ങനെയുണ്ട് സാറേ, ഇഷ്ടപ്പെട്ടില്ലേ? നല്ല നന്നായി ഇഷ്ടപ്പെട്ടു. ഇത് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ സബ്ജക്ട്? ഒരു പോത്തിനോട് ഞാൻ നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഒരു പോത്തിനോട് മാത്രമേ ഇത് പറഞ്ഞിട്ടുള്ളൂ. നന്നായി, വേറെ ആരോടും പറയണ്ട. സബ്ജക്റ്റ് ഒക്കെ കൊള്ളാം. സാറിന് കഥ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരാളെ ഇങ്ങനെ ആക്ഷേപിക്കല്ലേ സാറേ കേട്ടോ. അല്ല, ആക്ഷേപിച്ചല്ലല്ലോ, കാര്യമല്ലേ പറഞ്ഞത്. എപ്പോഴും നമ്മൾ അതുകൊണ്ട് നമ്മള് എത്ര ദിവസം വേണ്ടി വരും ഈ പോത്തിന്റെ പുറകെ ഓടാനും ഡോക്ടറെ കൊണ്ടുവരാനൊക്കെ? ഡോക്ടർ എത്ര ദിവസം വേണ്ടി വരും? ഒരു 15 ദിവസം. 15 ദിവസം. അപ്പൊ മൊത്തം പടം എത്ര ദിവസം? നമ്മളൊരു 1 മണിക്കൂർ 2 മണിക്കൂർ പടം അത്രേ വരത്തുള്ളൂ സാറേ.
അതിനാണ് 15 ദിവസം. അല്ല, പോത്തിന്റെ ഡേറ്റ് 15 ദിവസം, സാറിന്റെ ഡേറ്റ് 40 ദിവസം. എന്റെ 40 ദിവസം മുതലാകുമോ? എന്നെ ഒരു ദിവസം തന്നെ എത്ര രൂപ വാങ്ങിക്കുന്നത്? അല്ല, എന്നോട് പറഞ്ഞത് കൺട്രോളർ പറഞ്ഞത് സാറ് ഡെയിലി ഒരു 2 ലക്ഷം രൂപ എന്നുള്ള രീതിയിലാണ്. അപ്പൊ പോത്തായതുകൊണ്ട് ദിവസം കൂടുന്നവരും കാശിന്റെ ഞാനൊരു തുക തന്ന സാറ് അല്ല, ഒരു തുക വൈകിട്ട് തന്ന പോത്തിനും സാറൂടെ ഡിവൈഡ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. അല്ല, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മേലാൽ ഇതുപോലുള്ള സബ്ജക്റ്റുമായിട്ട് എന്നെ വിളിക്കുകയോ എൻ്റെ അടുത്ത് ഇത് ചോദിക്കുകയോ സാറിന് ഒരു ദിവസം ഇത്ര രൂപ വെച്ച് തരാമെന്നും ആ രൂപ രണ്ടുപേരും കൂടെ ഡിവൈഡ് ചെയ്ത് എടുത്തോളാമെന്നും പറഞ്ഞിട്ട് ഇതേമാതിരിയുള്ള സബ്ജക്റ്റും പറഞ്ഞ് എൻ്റെ കൺവെട്ടത്തെങ്ങാനും കണ്ട മോനെ ദിനേശ പണി വേറെ തരും. ഞാൻ ഉദ്ദേശിച്ചത് പോത്തിന് കൊടുക്കണമെന്നല്ല. ഓ സാറേ, സാർ അങ്ങനെ വർത്താനം പറയല്ലേ? കൺട്രോളർ പറഞ്ഞിട്ട് വിളിക്കും. ഏത് കൺട്രോളാണ് എന്നോട് പറഞ്ഞത്? അല്ല സാർ, സാർ അങ്ങനെ ചൂടാവരുത് സാർ. ഞാനൊരു അങ്ങനെ പറഞ്ഞു. ഒരു കൺട്രോൾ പറഞ്ഞൊരു പോത്തുണ്ട്, പോത്തിന്റെ മറ്റേ കുട്ടിയുണ്ട്, മറ്റുണ്ട്, മറിച്ചുണ്ട്. കൂടും സാറിന്റെ കാല് തളർന്ന് പിണറായി വിജയ സാറിനെ കാണുമ്പോഴത്തേക്ക് എഴുതി ആരുടെ കഥ പറഞ്ഞു തന്നെ മര്യാദക്ക് സംസാരിക്കണം. പിന്നെ ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് വിളിക്കും, മനസ്സിലായോ? അല്ല സാറേ, അങ്ങനെ ചൂടാവരുത് സാറേ, പ്ലീസ്. അതെ, ചൂടാതെ എന്നിട്ട് ഇതൊരു പൊട്ട സബ്ജക്റ്റ് എടുത്തിട്ട് വന്ന് പോത്തിന്റെ പുറകിൽ ഓടിക്കുക. 40 ദിവസം വേണം, 1.5 മണിക്കൂറത്തെ പടമെന്നും പറഞ്ഞു. തന്റെ പേരെന്തോടും? ആക്ച്വലി തന്റെ പേര് പറയണത്. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. ഈ മുതലേം കരടിയും പിടിച്ച ഒരാളാണ് ഞാൻ സാറേ. ആ ഇരിക്കുന്ന 2 പേരിൽ ഒരാൾ സാറിനെ പ്രാങ്ക് ചെയ്യാൻ വന്നേക്കുന്നതാണ്. ആ ഉണ്ണികൃഷ്ണൻ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. ഞാനിത് ഗുലുമാലി എന്ന അനൂപാണ്. ഇടിക്കരുത്. അതുകൊണ്ട് ഞാനൊരു പൊട്ടക്കഥ വെറുതെ ഉണ്ടാക്കി പറഞ്ഞതാ. മനസ്സിലായി. അതിന്റെ പോക്ക് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഇത് അതാണ് ഞാൻ പറഞ്ഞത്. ഈ ശബ്ദം എവിടെയോ കേട്ട് പിന്നെ എനിക്കത് കുറച്ച് വെച്ച് ദേഷ്യം വരാൻ തുടങ്ങി. എവിടുന്ന് ഒരു സാധനം എടുത്തിട്ട് നക്കണക്ക് സംസാരിച്ചിട്ടിരിക്കുമ്പോൾ നമുക്ക് സമാധാനം ദേഷ്യം വരത്തില്ല. സോറി കേട്ടോ സാറേ, സാറിനെ പോലെ ആളോട് ഇങ്ങനെ വെറുതെ സംസാരിച്ചതിൽ ഞാൻ ക്ഷമ ചോദിക്കും. ഒരു രസമായിട്ട് കണ്ടാൽ മതി. സാറ് ഇങ്ങനെ കാണും. പ്ലേ ഇൻ ദി മൂവി. തീർച്ചയായും ചാനൽ സൈറ്റ്, യൂട്യൂബ് സൈറ്റ്, പ്ലേ ഇസ് ദേർ ഇൻസൈഡ്. അത് എല്ലായിടത്തിനകത്തും ഉള്ളതാണ് ഒരു പ്ലേ എന്ന് പറയുന്നത്. ഇതൊക്കെ എല്ലായിടത്തും പറയണ്ടേ? ഞാൻ ഇതിനകത്ത് ഞാനിപ്പോ ഷൂട്ട് ചെയ്ത സാധനങ്ങളൊക്കെ ഓൺ എയർ വിടുന്നതിൽ കുഴപ്പമുണ്ടോ സാറിന്? ഞാൻ കുറെ കുഴപ്പമില്ല. എന്ത് ഞാൻ വേറെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, ഞാൻ സത്യമല്ലേ പറഞ്ഞു. ഞാൻ കുറെ കാര്യങ്ങൾ എനിക്ക് വലിയ അത്ഭുതം. കാരണം ഞാൻ ഭീമൻ സാറിനെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ചിലപ്പോൾ എടുക്കുമ്പോൾ എങ്ങനെ സാറത് എടുക്കും, അതല്ലെങ്കിൽ അത് ഇത് വിടാൻ പറ്റില്ല. നമ്മള് ഉള്ള കാര്യം സത്യമായിട്ട് പറയുന്നതിന് എന്തിനാ പേടിക്കുന്നത്? ഞാൻ സാറിന് ഒരുപാട് തവണ ഇത് ട്രോളില് കണ്ടിട്ടുണ്ടായിരുന്നു എറണാകുളത്ത്. ട്രോളല്ല, ടോളില്. ട്രോളിലാ അതാ പറഞ്ഞ ടോളിന്റെ കാര്യ പറഞ്ഞേ. ടോളിനകത്ത് അങ്ങനെയൊക്കെ വരണ്ടേ? നല്ലതൊരു അല്ല, ട്രോളല്ല സാറേ, ട്രോളല്ല, ടോൾ. എറണാകുളത്ത് ടോൾ പിരിവ്. ടോളില് ഈ ടോളും ട്രോളും ഒരു 6ന്റെ വ്യത്യാസമല്ല ഉള്ളൂ. ഒരു 6ന്റെ മുകളിൽ കൂടെ ആണല്ലോ പാലം പോകുന്നത്. അതിന്റെ മുകളിലാണല്ലോ ടോളും. അതിന്റെ മുകളിലാണല്ലോ ടോളും. വലിയ സന്തോഷം സാറേ. ഞാൻ അത് സാറിനോട് ഞാൻ വളരെ സ്നേഹത്തോട് തന്നെ ആദരവോടുകൂടെ തന്നെ ക്ഷമ ചോദിക്കുകയാണ്. എന്റെ വാക്കുകളിൽ സാറിന് ഏതെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഞാൻ അതൊക്കെ ഒഴിവാക്കും. ഒരു വിഷമം നിങ്ങളുടെ വാക്കുകളിൽ അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് എന്നെ പ്രൊവോക്ക് ചെയ്യാനുള്ള ഒരു സാധനമില്ല. പിന്നെ പറഞ്ഞ് നിങ്ങളിങ്ങനെ മറ്റേ അതാണ് ഇതാണ് മറ്റാണെന്ന് പറഞ്ഞു വന്നപ്പോഴത്തേക്കും ഒരല്പദേശം ഞാൻ നിങ്ങളോട് കാണിച്ചു. അങ്ങനെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് മനസ്സിന് വല്ല പ്രയാസം തോന്നിയിട്ടുണ്ട്. ഞാൻ അയ്യോ പറയല്ലേ സാറ് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു പുതിയ പടത്തിന്റെ പേര് ഭയങ്കര ഇൻട്രസ്റ്റ്. സാറ് തന്നെ ഒന്ന് പറഞ്ഞേട്ടെ. ഒന്നുമില്ല, അത് ബാദുഷ എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് കഴിക്കുന്ന ബാദുഷ ഉണ്ട്, കൺട്രോളർ ബാദുഷ ഉണ്ട്. ബാദുഷ ഗ്യാരണ്ടി അല്ലേ? ബാദുഷ ഗ്യാരണ്ടി നല്ല ടൈറ്റിൽ അങ്ങനെയാണ് വരുന്നത്. അപ്പൊ അല്ല, ഗ്യാരണ്ടി വരത്തില്ല. അതിപ്പോ ഞാൻ പറഞ്ഞു എന്നുള്ളത്. പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡയറക്ടർ സാർ എന്നെ പ്രാങ്ക് ചെയ്യണോ? ഐ മീൻ പ്രൊഡ്യൂസർ അനുബന്ധ പരിചയപ്പെടും. ശരി ഒന്ന് കൊടുക്കുക. സുഖമായിട്ടിരിക്കുന്നോ? പേരെന്തായിരുന്നു സാറിന്റെ? സോബിൻ. ബാദുഷയ്ക്കും ബാദുഷയുടെ പ്രൊഡ്യൂസർ എന്ന നിലയ്ക്ക് സുനിൽ സാറിനും എൻ്റെ എല്ലാവിധ വിജയാശംസകളും അറിയിക്കുകയാണ്. സാറിനെ ഒന്നുകൂടെ കൊടുക്കുമോ? എൻ്റെ അടുത്ത്
ഈ ലോകത്ത് ഒരുപാട് വ്യക്തികളുണ്ട്. ഇപ്പൊ കേരളത്തിൽ തന്നെ ആണെങ്കിൽ സ്പോർട്സ് താരങ്ങളുണ്ട്. അവര് സ്പോർട്സ് ചെയ്താലാണ് അത് ഒരു വാർത്തയിൽ ഇടം നേടുക. ഇപ്പൊ കൃഷിക്കാരാണെങ്കിൽ കൃഷി ചെയ്തിട്ടാണ് വാർത്തയിൽ ഇടം നേടുക. സിനിമാ താരങ്ങൾ അഭിനയിക്കുക, എഴുത്തുകാരെ എഴുതുക, ഡയറക്ടർമാരെ ഡയറക്ടർ ചെയ്യുക. പക്ഷെ ഭീമൻ സാർ ഇതൊന്നും ചെയ്യേണ്ട, വെറുതെ ഒന്ന് എഴുന്നേറ്റ് നിന്നാ മതി വാർത്തയിൽ ഇടം നേടുക. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എനിക്ക് ആ പാട്ട് ഒന്നുകൂടെ ഒന്ന് പാടിത്തരുമോ? നമ്മുടെ വി ഡി രാജപ്പൻ സാറിന്റെ പോത്തിനെ കുറിച്ചുള്ള പാട്ട്, അതോടുകൂടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പോത്തേട്ട പോയി ചൊല്ലാമോ പൊന്നു പോത്തേട്ട പോയി ചൊല്ലാമോ. അപ്പൊ പോത്ത്, നീലക്കണ്ണുള്ള എൻ്റെ വേളിപ്പെണ്ണോട്, നീലക്കണ്ണുള്ള എൻ വേളിപ്പെണ്ണോട് നിന്റെ ഉള്ളിലുള്ള മോഹമൊന്ന് ചൊല്ലാമോ. പോത്തേട്ട പോയി ചൊല്ലാമോ പൊന്നു പോത്തേട്ട പോയി ചൊല്ലാമോ. നമ്മുടെ പ്രാങ്ക് ഇവിടെ പൂർണ്ണമായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഭീമൻ സാറുമായിട്ട് സംസാരിച്ചപ്പം ഒരുപാട് രസകരമായ സംസാരങ്ങൾ, എന്താ പറയുക, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ കുറെ കാര്യങ്ങൾ, പ്രത്യേകിച്ച് വി ഡി രാജപ്പൻ സാറുമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ പങ്കുവെച്ചപ്പോൾ ഞാൻ എന്തായാലും ഈ എപ്പിസോഡിൽ നിന്ന് മാറ്റി വേറൊരു എപ്പിസോഡിലേക്ക് നമുക്കത് വിടാവുന്നതാണ് എൻ്റെ ഒരു വിചാരം. കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആകുമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും നമുക്ക് അടുത്ത എപ്പിസോഡിൽ അദ്ദേഹത്തിന്റെ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് കാണാം.